ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നടന്ന പത്തരമാറ്റിൻ്റെ എപ്പിസോഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥയാണ്. അപ്പോൾ ടി വിയിൽ വരുന്നതിൻ്റെ കഥ ചുരുക്കത്തിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത്, നമ്മുടെ നന്ദു ജയിച്ചിറങ്ങിയല്ലോ. നന്ദുവിനെ കോടതി വെറുതെ വിട്ടല്ലോ, അവളുടെ കേസൊക്കെ തെളിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും വീട്ടിൽ. എല്ലാവരും കൂടെ, നയനിയും നവ്യയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ അതിൻ്റെ സന്തോഷമൊക്കെ പങ്കുവെക്കുകയാണ്. പിന്നെ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാമറയിലും തെളിഞ്ഞിരുന്നു. ഞാൻ അവിടെ എന്താണ് നടന്നതെന്നുള്ളത് ക്യാമറയിൽ തെളിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വാദിക്കാൻ വേണ്ടി എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് തരുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ വാദിച്ച്, ഞാൻ തന്നെ പിന്നെ മാരാർ വക്കീലിനോട് വേണ്ട, ഞാൻ തന്നെ വാദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഇങ്ങനെ കുറച്ച് പറയും. എന്നിട്ട് നയന പറയും, ഞങ്ങളിവിടെ കൂടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒത്തുകൂടിയെന്ന് പറഞ്ഞാൽ ആദർശേട്ടന് പരിഭവം ഉണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ പറയും, സാരമില്ല, വിഷു വരുന്നല്ലേ, വിഷുവിന് എല്ലാവരും കൂടെ ക്ഷണിക്കും, എല്ലാവർക്കും കൂടെ ഇവിടെ കൂടാമെന്നൊക്കെ പറയും. അപ്പോൾ നവ്യ പറയും, നിങ്ങളെല്ലാവരും ഉണ്ടാവുമായിരിക്കും, എൻ്റെ ഭർത്താവിനെ മാത്രം നിങ്ങൾ നോക്കണ്ട, അഭി എന്തായാലും വരില്ല, അവൻ എന്തെങ്കിലും മെച്ചമുണ്ടെങ്കിൽ മാത്രമേ അവൻ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു കാഷ്വൽ ടോക്ക്. ആദർശേട്ടനും ഇവളും വരുന്നതിൻ്റെ കൂടെ ഞാൻ വരും, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് ഇപ്പുറം നമ്മുടെ അനാമികയുടെ അടുത്ത്. അനാമികയുടെ അച്ഛൻ അവിടെ വന്നിറങ്ങുന്നു. അനാമികയുടെ അമ്മയും അനാമികയും കൂടെ ഓടി വരികയാണ് നല്ല പ്രതീക്ഷയോടുകൂടി. എന്തായി അച്ഛാ, അവളെ ജയിലിൽ കൊണ്ടുപോയോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ നമ്മുടെ പിന്നെ അനാമികയുടെ അച്ഛൻ പറയും, എല്ലാം വളരെ ഭംഗി നടന്നതായിരുന്നു, വക്കീൽ അവളെ കോടതിയിൽ വെള്ളം കുടിപ്പിച്ചു, നിർത്തി പൊരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് പറയും, പക്ഷേ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയും. അതായത് അവിടെ ഈ സംഭവം നടന്ന സ്ഥലത്ത് ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അനാമിക ചോദിക്കും, അതെന്താ ചോദിക്കാം. അപ്പോൾ ക്യാമറയിൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും തെളിയില്ലേ, ആ വീഡിയോ കോടതി കണ്ടു, ജഡ്ജി കണ്ടു, സത്യം എന്താ നടന്നതെന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ നന്ദു രക്ഷപ്പെട്ടു എന്ന് പറയും. അപ്പോൾ ആകെ മൊത്തം അവർ പോയി. നന്ദു തന്നെ വാദിച്ചിട്ടാണ് അവൾ പുറത്തിറങ്ങിയത്, കേസ് ജയിച്ചത്, വാദി പ്രതിയായി ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് ഇനിയിപ്പോൾ അവളുമാർ ചിരി കാണണം, അവിടെ പോയി കഴിഞ്ഞാൽ അവളുമാർ ചിരി കാണണം, ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു, അവൾ ജയിലിൽ പോകുമെന്നൊക്കെ വിചാരിച്ചതാണ്, ഇനിയിപ്പോൾ ആദ്യം അവരുടെ മുന്നിൽ കാണണമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും ഇതിനെക്കൊണ്ട് ഒരു ഗുണമുണ്ടായെന്ന് നമ്മുടെ അനാമികയുടെ അച്ഛൻ പറയും. ഇന്നായിരുന്നു അവൾക്ക് ട്രെയിനിങ്ങിന് പോവേണ്ടത്, ഇന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇനി അടുത്ത ട്രെയിനിങ്ങിനെ പോകാൻ പറ്റുള്ളൂ, അതിലൊക്കെ കുറച്ച് സമയം ഗ്യാപ്പ് കിട്ടുമെന്ന് പറയും. അപ്പോൾ അനാമിക ചോദിക്കും, ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും, പറ്റുമൊക്കെ ചെയ്യും, പക്ഷേ ഇനി നല്ലോണം സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇന്നോ നാളെയോ കുറച്ച് ദിവസത്തേക്ക് പകലോ രാത്രിയോ ഒന്നുമില്ലാതെ ആരെങ്കിലും വാതിൽ തട്ടിക്കഴിഞ്ഞാൽ തുറക്കണ്ട കേട്ടാ എന്ന് പറയും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഞങ്ങളാണെന്നുള്ള കാര്യം അവൾക്കും അവളെ ചേച്ചിക്കും നല്ലോണം അറിയാമെന്നിങ്ങനെ പറയും. അപ്പോൾ അനാമിക പറയും, പോലീസ് അങ്ങനെ അച്ഛനെ അന്വേഷിച്ചവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പേരൊന്നും പറഞ്ഞേക്കല്ലേ എന്ന് പറയും. അച്ഛൻ്റെ മാത്രം പേര് പറഞ്ഞാൽ മതി പറയും. അങ്ങനെ അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയുടെ അമ്മയും ജാനകിയും നമ്മുടെ അബിയുടെ അമ്മയും കൂടി ഇരുന്നിട്ട്, ജലജയും കൂടി ഇരുന്നിട്ട്, ദേവയാനിയും കൂടിയുണ്ട് സംസാരിക്കും. ഇങ്ങനെ അതായത് നന്ദു ജയിലിൽ പോകണം. ജലജ പറയും, നിൻ്റെ മരുമോളുടെ പ്രാക്ക് കൊണ്ടാണ് അവൾ ഇങ്ങനെ ആയതെന്ന് പറയും നന്ദു. അപ്പോൾ എൻ്റെ മരുമോളുടെ മാത്രമല്ല എൻ്റെയും പ്രാക്കുണ്ടെന്ന് ഇങ്ങനെ ജാനകി പറയും. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദു കാരണമല്ല എൻ്റെയും മോൻ്റെയും മരുമോളുടെയും ഇടയിൽ ഇങ്ങനെ അടിയുണ്ടാകുന്നത് അവൾ കാരണമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജാനകി പറയും. അപ്പോൾ അതിന് അവൾ എന്ത് തെറ്റ് ചെയ്തെന്ന് നമ്മുടെ ദേവയാനി ചോദിക്കും, സപ്പോർട്ട് ചെയ്ത് ചോദിക്കും. അപ്പോൾ ഏട്ടത്തി വലിയ ഇങ്ങനെ ഇഷ്ടമല്ലെന്നൊക്കെ പറയും. എന്നിട്ട് അവർക്ക് ഈ പ്രശ്നം തുടങ്ങിയ മുതലേ അവൾക്ക് സപ്പോർട്ടാണല്ലോ, അവളെ ന്യായീകരിക്കുകയാണല്ലോ ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ ജലജ പറയും. അപ്പോൾ എന്താ പറയും, എനിക്ക് അങ്ങനെ അവളുടെ വീട്ടുകാരെ ഇങ്ങനെ പിന്നെ പൊക്കി വെക്കേണ്ട ആവശ്യം, ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇവിടുത്തെ അവരെ വീട്ടുകാരെ വെറുത്ത് കഴിഞ്ഞാൽ എൻ്റെ ജയേട്ടനും ആദർശമാണ് എനിക്ക് തിരിച്ചടി തരിക, അതുകൊണ്ട് ഞാൻ അതിനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടുത്തെ ആണുങ്ങളെന്താ ഇങ്ങനെയായിപ്പോയത്, അവർക്ക് സപ്പോർട്ട് എന്താ, അഭി ഒഴിച്ച് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടാണ്, അവളുമാർക്ക് സപ്പോർട്ടാണ്. എന്നിട്ട് ജാനകിയോട് പറയും, അജയേട്ടനും നയനേനെയാണ് ഇഷ്ടം, അജയേട്ടൻ്റെ മരുമോളല്ലേ അനാമിക, എന്നിട്ട് നയനയോടല്ലേ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ജാനകി പറയും, അതെ ജയേട്ടനും പറയുന്നുണ്ട് ഈ കേസ് ജയിച്ചാൽ മതിയായിരുന്നു, നന്ദുവിനെ വെറുതെ വിട്ടാൽ മതിയായിരുന്നൊക്കെ, പക്ഷേങ്കിൽ അവൾ ജയിലിൽ പോകണം,
അവൾക്ക് എസ് ഐ സെലക്ഷൻ കിട്ടരുത് എന്നൊക്കെ ഇങ്ങനെ ജാനകിയും ജഡ്ജിയും കൂടെ പറയും. ആ സമയത്താണ് നവ്യയും നയനയൊക്കെ അവിടെ എത്തുന്നത്. എന്നിട്ട് അപ്പോൾ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് നവ്യക്ക് നയനയ്ക്ക് മനസ്സിലായി. അപ്പോൾ നയന പറയും ആദ്യം നമുക്ക് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് പറയും. അപ്പോൾ എന്നിട്ട് അവിടെ പോയിട്ട് നന്ദുവിനെ റിമാൻഡ് ചെയ്തു ജയിലിലേക്ക് കൊണ്ടുപോയെന്നൊക്കെ ആദ്യം പറയും. അപ്പോൾ ജലജക്കും ജാനകിക്ക് സന്തോഷവും ദേവയാനിക്ക് കുറച്ച് സങ്കടമാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നയന നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ദേവയാനിക്ക് സങ്കടമാവുന്നതും ബാക്കി രണ്ടുപേർക്ക് സന്തോഷമാവുന്നതൊക്കെ ഇതാക്കുന്നുണ്ട്. എന്നിട്ട് പറയും അങ്ങനെയൊക്കെയല്ലേ വരുള്ളൂ, തെറ്റ് ചെയ്തവരെ ക്രിമിനൽ ബുദ്ധിയുള്ളവരെയെല്ലാം ജയിലിലടക്കുക ചെയ്യുക, എസ് ഐ സെലക്ഷനൊന്നും കിട്ടില്ല, നിൻ്റെ അനിയത്തിക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയും ജാനകിയൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് ഇവൾ സത്യം എന്താണെന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇതാണ് അവിടെ നടന്നത്, അവിടെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. നയന മറ്റേ CCTVയിലെ വീഡിയോ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. ദേവയാനിക്കും കാണിച്ചു കൊടുക്കും. എന്നിട്ട് അപ്പോൾ നിങ്ങൾ കേസ് അട്ടിമറിച്ചല്ലേ, നിങ്ങൾ എനിക്ക് പോയപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു കേസൊക്കെ അട്ടിമറിക്കുന്നു, എന്നിട്ട് എന്തേ നിൻ്റെ അനിയത്തി എന്തിനാ ശിക്ഷിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ നവ്യ പറയും അവളെ ശിക്ഷിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ സന്തോഷിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്, അവളെ കോടതി വെറുതെ വിട്ടു, അവൾ നിരപരാധിത്വം തെളിഞ്ഞു, വാദി പ്രതിയാന്നൊക്കെ പറയും. എന്നിട്ട് അവൾ തന്നെ വാദിച്ചാണ് കേസ് ജയിച്ചത്, മാരാർ വക്കീലെ സാക്ഷിയെ വെറുതെ നിർത്തിക്കൊണ്ട് അവളാണ് ഇതാക്കിയെന്നൊക്കെ ഇങ്ങനെ നയന ഉള്ള കാര്യങ്ങളൊക്കെ മൊത്തം പറയും. അപ്പോൾ അവിടെയും ദേവയാനിയുടെയും ജലജയുടെയും ജാനകിയുടെ എക്സ്പ്രഷനൊക്കെ ഇവർ നോട്ട് ചെയ്യും കേട്ടോ നമ്മുടെ നയന. ആ സമയത്താണ് ആദർശ് നയനെ വിളിക്കും. അപ്പോൾ എന്തായി കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുക. എൻ്റെ ആദർശനോട് പറയും നന്ദുവിനെ വെറുതെ വിട്ടു, രക്ഷപ്പെട്ടു, ഞാൻ അങ്ങോട്ട് വന്നിട്ട് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാമെന്നൊക്കെ പറയും. അപ്പം എന്നിട്ട് ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് നവ്യ ചോദിക്കും നമുക്ക് ഇത് കേക്ക് മുറിച്ച് ആഘോഷിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നിട്ട് ആഘോഷിക്കാമെന്ന് നയന പറയും. എന്നിട്ട് ദേവയാനി പറയും ജാനകി ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയും. അപ്പോൾ ഏട്ടത്തി എവിടെയാണ് പോകുന്നതെന്ന് ജാനകി ചോദിക്കും. അപ്പോൾ നമ്മുടെ ദേവയാനി പറയും അല്ല ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവളെ ഇവരെ സന്തോഷമൊക്കെ കാണേണ്ടി വരില്ല, അതുകൊണ്ട് ഞാൻ പോവാമെന്ന് പറയും. അപ്പോൾ അമ്മ ഓഫീസ് വഴിയാണ് പോകുന്നതെങ്കിൽ എന്നെ ഒന്ന് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യുമെന്ന് നയനയും ചോദിക്കും. അപ്പോൾ ദേവയാനി പറയും ഞാൻ വന്നു, അതുവഴി തന്നെയാണ് പോകുന്നതെന്ന് ഇങ്ങനെ പറയും. അങ്ങനെ രണ്ടാളും കൂടെ കാറിൽ പോവും. കാറിൽ പോകുമ്പം ദേവയാനി ചിരിക്കുന്നൊക്കെ അവൾ കാണുന്നുണ്ട്. എന്ത് ചോദിക്കും നന്ദു തെറ്റ് ചെയ്യില്ല എന്ന് നമുക്കറിയില്ലേ, ആദർശേട്ടനും നന്നായിട്ട് അറിയാം, അവൾ വെറുതെ ഒന്നും ആരും ഉപദ്രവിക്കില്ല എന്ന്. അപ്പോൾ അവൾ വെറുതെ വിട്ടേൽ, അവൾ രക്ഷപ്പെട്ടേൽ അമ്മ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമില്ലെന്ന് നയന ചോദിക്കും. അപ്പോൾ ദേവയാനി പറയും എനിക്കെന്തിന് സന്തോഷം, നിൻ്റെയും നിൻ്റെ കുടുംബത്തിനെയും നല്ലത് വരുന്നതെന്ന് എനിക്ക് അത്ര ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല എന്നിങ്ങനെ ദേവയാനി പറയും. അപ്പോഴേക്കും ഇവിടെ ഓഫീസ് എത്തി കഴിയുമ്പം ഇറങ്ങുമെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അമ്മ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കും നയന. അപ്പോൾ ദേവയാനി പറയും അതും തന്നെ നീ അറിയുന്നത്, ഞാൻ ഏത് പാതാളത്തിലേക്കെങ്കിലും പോയിക്കോട്ടെ, നീ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, നീ കുശലം ചോദിക്കാതെ വേഗം ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറയും. അപ്പോൾ നയന പറയും ഞാൻ ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നയന വേഗം അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ദേവയാനി ഇങ്ങനെ ചിരിക്കും. അപ്പോൾ ചിരിക്കുന്നത് നയന കാണും. എന്നിട്ട് കണ്ടെന്നറിയുമ്പോൾ നമ്മുടെ ദേവയാനി മാറ്റും, അത് സ്വാഭാവികമായിട്ടുള്ളൊരു ഇത്. അതിനുശേഷം വേഗം വണ്ടി എടുക്കുന്ന പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ദേവയാനി പോകുന്നത് നമ്മുടെ മാരാർ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മ എവിടേക്കാണ് പോകണമെന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ തന്നെ നമ്മുടെ നയനയും കൂടെ ഓട്ടോ പിടിച്ചിട്ട് പോകും. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം നമ്മുടെ ദേവയാനിയും മാരാറും കൂടെ ഇങ്ങനെ സംസാരിക്കും, നന്ദിയൊക്കെ പറയും ദേവയാനി. അപ്പം മാരാർ വക്കീൽ പറയും അതിപ്പോൾ എന്നോട് പറയേണ്ട ആവശ്യമില്ല, അവൾ തന്നെയാണ് വാദിച്ച് ജയിച്ചത്, അവൾ മിടുക്കി കുട്ടിയാണ് എന്നൊക്കെ പറയും, അവൾക്ക് നിയമം നല്ലോണം അറിയാം എന്നൊക്കെ പറയും. അപ്പോൾ ദേവയാനി പറയും അവൾ SI സെലക്ഷൻ കിട്ടാൻ പോകുന്ന കുട്ടിയിൽ അവൾ നിയമമൊക്കെ അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പം ഇതിനൊരു സമ്മാനം കൊടുക്കേണ്ടേ അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അപ്പോഴാണ് നയന എത്തുന്നുണ്ട്. അപ്പോൾ നയന ഇവർ തമ്മിലുള്ള സംഭാഷണം കേൾക്കുന്നില്ല, കാണുന്നുണ്ട്. എന്നിട്ട് ദേവയാനിയോട് ഇങ്ങനെ സമ്മാനം കൊടുക്കണ്ടേ, നന്ദുവിന് സമ്മാനം കൊടുക്കണ്ടേന്ന് പറയും. അപ്പോൾ ദേവയാനി പറയും അത് നടക്കില്ല, ഞാനാണിതിന് പിന്നിൽ നിന്ന് ആരും അറിഞ്ഞിട്ടില്ല, ഇനി ആരും അറിയാൻ വേണ്ടെന്ന് പറയും. അപ്പോൾ വക്കീൽ ഒരു മരുമകളെ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്നൊരു അമ്മായിയമ്മയാണല്ലോ എന്ന് പറയും. അപ്പോൾ ദേവയാനി പറയും അതെ, മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ അവളെ വെറുക്കുകയാണ്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ആദർശിനേക്കാളും സ്നേഹമാണ് ഇപ്പോൾ അവളോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച്.